എല്ലാവരും റെഡിയല്ലേ? മോർണിംഗ്. ഓക്കെ. അപ്പോൾ നമ്മുടെ പ്രവീണ മാം ഹാപ്പി ആയിട്ടുള്ള പ്ലസൻ്റ് ആയിട്ടുള്ള ഫേസോട് കൂടി വീഡിയോ ഓൺ ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഇന്ന് പ്രവീണ മാമിൻ്റെ സെഷനാണ്. മാമിൻ്റെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞത് ലൈഫ് ലൈൻ ആണ്. ഓക്കെ. സോ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഇന്നത്തെ സെഷൻ എടുക്കാൻ വേണ്ടി ഞാൻ പ്രവീണ മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. പ്രവീണ മാം, പ്ലീസ് വെൽക്കം മാം. മാജിക് മോർണിംഗ്. മാജിക് താങ്ക് മോർണിംഗ്. യു. താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഇന്നത്തെ സെഷനിലേക്ക് മാജിക് മോർണിംഗ്. യെസ്, ഇന്നൊരു മാജിക് മോർണിംഗ് തന്നെയാണ് കേട്ടോ. കാരണം അത്രയും സർപ്രൈസ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതൊക്കെ അറിയാം, പക്ഷെ എന്നാൽ ഇതൊന്നും അറിയില്ല എന്നുള്ളൊരു അവസ്ഥയാണ്. അതിനൊരു കാരണമുണ്ട്. അപ്പൊ ഈ ടോപ്പിക് ഞാൻ ഇന്നലെ നമ്മുടെ ബി മാജിക്കിലെ അജിഷ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത സമയത്ത് അജിഷ എനിക്കൊരു പോസ്റ്റർ ഉണ്ടാക്കി തന്നു. അപ്പൊ പോസ്റ്റർ കണ്ടപ്പോ ഞാൻ പറഞ്ഞു, അജിഷ, ഈ പോസ്റ്റർ കണ്ടാല് നമ്മുടെ ഈ ടോപ്പിക്കിലേക്ക് പോകാനൊരു ബ്ലോക്ക് ആവോ, അല്ലെങ്കിൽ അവര് മറ്റെന്തെങ്കിലും രീതിയിൽ ചിന്തിക്കില്ലേ എന്ന് വെച്ചപ്പോ അജിഷ പറഞ്ഞു, മാം, ഞാൻ ഈ പോസ്റ്റർ ഓൾറെഡി നമുക്ക് എല്ലാവർക്കും ഷെയർ ചെയ്തു. അപ്പൊ ഞാൻ വിചാരിച്ചു ഷെയർ ചെയ്തു, ഓക്കെ. ഉടനെ എന്റെ മനസ്സിൽ തോന്നിയത് ഇത്ര മാത്രം. ഞാൻ അജിഷയോട് അത് പറയുകയും ചെയ്തു. എവറിത്തിങ് ഹാസ് എ പേർപ്പസ്. അതെ, ഈ ഒരു ടോപ്പിക്കിന് ആ പോസ്റ്റർ വരാൻ കൂടി ഒരു പേർപ്പസ് ഉണ്ട്. ആ പേർപ്പസ് സത്യം പറയുകയാണെങ്കിൽ ഇന്ന് രാവിലെ എനിക്കത് ഫുൾഫിൽ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് കാര്യം. ആ ഒരു ടോപ്പിക്കിന്റെ ആ പിക്ചർ പോലും ഇന്നത്തേക്ക് ഒരുങ്ങി അത് അതിശയത്തോട് അത് കൃത്യമായിട്ട് ഒരുക്കപ്പെട്ടു എന്നുള്ളത് കൂടി പറയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം അതിശയിലൂടെയാണ് സത്യം പറഞ്ഞാൽ അത് അങ്ങനെ ഒന്ന് നടന്നു പോവാണ്. ഒരു വാട്ടർ ലൈക്ക് ഒരു ഫ്ലോ ലൈക്ക് വാട്ടർ എന്ന് പറഞ്ഞതുപോലെ ഇറ്റ്സ് ഹാപ്പൻ. സോ ആക്സെപ്റ്റ് ദാറ്റ് വൺ. ആ പോസ്റ്റ് ഓൾറെഡി നിങ്ങളിലേക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അതാണ് അതിന്റെ ശരി എന്ന് പറഞ്ഞ് ഫ്ലോ ചെയ്യാൻ കൂടി അതിനൊരു കാരണം കൂടി പറഞ്ഞു. അപ്പൊ ഞാൻ ഈ ടോപ്പിക്കിലേക്ക് വരുന്നതിന് മുന്നേ ഒരു കഥ പറഞ്ഞു. കഥ എന്ന് പറയുന്ന എക്സ്പീരിയൻസ് ആണ് തീർച്ചയായിട്ടും. അലക്സിന്റെയും സൂസിയുടെയും കഥയാണ്. അപ്പൊ അവർ രണ്ടുപേരും ഏകദേശം ഒരു 15 വർഷത്തോളം കപ്പിളായിട്ട് സന്തോഷത്തോടു കൂടി ജീവിച്ചിരുന്നവരാണ്. അതായത് ഇപ്പൊ അങ്ങനെയല്ല എന്നർത്ഥം. അതായത് സൂസിക്ക് ഇപ്പോ ഈ ഒരു ബന്ധം മുന്നോട്ട് പോകാൻ ആഗ്രഹമില്ല. അപ്പൊ സൂസി അതിന് തയ്യാറായി കഴിഞ്ഞു. അപ്പൊ നിയമപരമായിട്ട് അതിൽ നിന്ന് സൂസിക്ക് പിന്നോട്ട് പോകേണ്ടത്. അപ്പൊ സൂസി അതിനുള്ള നിയമ നടപടികൾ സ്വീകരിച്ചു. അപ്പൊ കോർട്ടിൽ എത്തുന്ന സമയത്ത് അവിടുന്ന് കോർട്ടിൽ നിന്ന് ജഡ്ജി ചോദിക്കുന്നത് ഇങ്ങനെയാണ്, സൂസി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് ചോദിച്ചപ്പോൾ സൂസി ഒരുപാട് കാരണങ്ങൾ പറഞ്ഞു. അപ്പൊ സൂസി പറഞ്ഞു, ഇദ്ദേഹം മദ്യപിക്കും, ഇദ്ദേഹമൊക്കെ വീട്ടുകാര്യങ്ങളൊന്നും നോക്കുന്നില്ല, എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല, എനിക്ക് വളരെയധികം അത് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇത്തരം മാനസിക ബുദ്ധിമുട്ടുകളോട് കൂടി എനിക്ക് മുന്നോട്ട് നീങ്ങാൻ പ്രയാസവുമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ബന്ധം മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ അലക്സ് ഒരു അത്ഭുതത്തോട് കൂടിയിട്ടാണ് സത്യം പറഞ്ഞ സൂസി ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. അലക്സ് ഒന്നും പറഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ ജഡ്ജി അലക്സിനോട് അവസാനം ചോദിച്ചു, അലക്സ്, എന്താണ് താങ്കൾക്ക് പറയാനുള്ള ഉത്തരം? അപ്പൊ അലക്സ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ശരി, സൂസിക്ക് അതാണ് ആഗ്രഹമെങ്കിൽ അത് അങ്ങനെ തന്നെ പോട്ടെ. പക്ഷെ ഈ പറഞ്ഞ കാരണങ്ങളെല്ലാം തന്നെ ഞങ്ങൾ തുടങ്ങിയ കാലം മുതൽ, അതായത് ബന്ധം തുടങ്ങിയ കാലം മുതൽ എന്നോടൊപ്പം ഉണ്ട്. ഞാൻ മദ്യപിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ ഞാനൊരു മദ്യപാനിയല്ല. ഞാൻ എല്ലാ ദിവസവും ഒരു പെഗ് അല്ലെങ്കിൽ 2 പെഗ് രാത്രി കഴിക്കാറുണ്ട്. പിന്നെ ഞാൻ കുടുംബം വലിയ രീതിയിൽ നോക്കുന്നത് ഞാൻ പണ്ടും അങ്ങനെ തന്നെയായിരുന്നു. കാരണം എന്റെ ജോലി ഒരു ചെറിയ ജോലിയാണ്. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്നതാണ് ഞാൻ കൊണ്ടു കൊടുക്കാറ്. അപ്പൊ അത് അന്നും ഇങ്ങനെയാണ്, ഇന്നും ഇങ്ങനെയാണ്. അതിൽ വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ സൂസി പറയുന്ന പല കാരണങ്ങൾക്കൊക്കെ അലക്സ് കൃത്യമായ ഉത്തരം പറയുന്നു. എല്ലാം ഞാൻ ഏകദേശം 15 വർഷം മുൻപ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ തുടങ്ങിയ കാലം മുതൽ ഞാൻ ഇങ്ങനെ തന്നെയാണ്. എനിക്ക് വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ചെറിയ ചെറിയ വേരിയേഷൻസ് ഒക്കെ ഇല്ല, അതൊന്നും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ അതുപോലെ തന്നെയാണ് എന്നാണ് അലക്സ് പറയുന്നത്. അപ്പൊ സൂസി എപ്പോഴും ഒന്നും സംസാരിക്കുന്നില്ല. അപ്പൊ എന്ത് ചെയ്തു സൂസി, അലക്സ് രണ്ട് വഴി അവരുടെ നിയമപരമായി വേർപെട്ട് രണ്ട് രീതിയിൽ ജീവിക്കുക. ഈ ഒരു കാരണം പറയാനുള്ള ഒരു കാരണം, നമ്മൾ എപ്പോഴും ഇങ്ങനെ തന്നെ അല്ലേ എന്നുള്ളത് നമ്മളൊന്ന് നമ്മളോട് ചോദിക്കുന്നത് ശരിയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട്, ഈ ക്യാപ്ഷൻ പറഞ്ഞതുപോലെ, ഒരുപാട് കളവുകൾ പറയുന്നു. എനിക്ക് പുസ്തകം വായിക്കാൻ ഇഷ്ടമാണ്, ഞാൻ ഈ പുസ്തകം ഈ മാസം വായിച്ചു തീർക്കും എന്ന് നമ്മളോട് നമ്മൾ കളവ് പറയാറുണ്ട്. പക്ഷെ നമ്മൾ സത്യം പറഞ്ഞാൽ പുസ്തകം വായിച്ചു തീർക്കുന്നുണ്ടോ? ഇല്ല.
എന്നാൽ പുസ്തകം വായന ഇഷ്ടമാണെന്ന് പറയുന്നത് നമ്മൾ പുസ്തകം വായന കണ്ടിന്യൂസ് ആയി തുടരുന്നുണ്ടോ? അതും ഇല്ല. ഇനി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് തീരുമാനങ്ങളും ഗോളും സെറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? പലപ്പോഴും അത് വഴിയിൽ ഉപേക്ഷിച്ച് നമ്മൾ നമ്മളുടേതായിട്ടുള്ള യാത്രയിൽ നമ്മൾ യാത്ര ചെയ്യും. എന്നിട്ട് നമ്മൾ കണ്ടെത്തുന്ന എന്താണ്? പലതരം എക്സ്ക്യൂസുകളാണ്. ഇപ്പൊ സൂസി പറഞ്ഞതുപോലെ സൂസിക്ക് ഇപ്പോ ആ ബന്ധത്തിൽ വലിയ താല്പര്യമൊന്നുമില്ല. അപ്പൊ സൂസി അതിന് വേണ്ടിയിട്ട് താല്പര്യമില്ലാത്ത കാരണങ്ങൾക്ക് വേണ്ടി ഓരോരോ കാരണങ്ങൾ കണ്ടെത്തുകയാണ്. ആ കാരണങ്ങൾ കണ്ടെത്തി അതിൽ നിന്ന് പിൻവാങ്ങാൻ വേണ്ടി ഒരുപാട് എക്സ്ക്യൂസുകൾ ഉണ്ടാക്കി അതിൽ നിന്ന് പിൻവാങ്ങാൻ എന്തൊക്കെ കണ്ടെത്താമോ അതിലേക്കുള്ള വഴിയിലാണ് സൂസി പിന്നീട് പോയത്. അല്ലാതെ അതിലുള്ള നല്ല കാര്യങ്ങളെ കുറിച്ച് ഒരിക്കലും സൂസി ചിന്തിച്ചില്ല എന്നുള്ള. ചിന്തിക്കാതിരിക്കുന്നതിന്റെ കാരണം സൂസിക്ക് ഇപ്പോ അത് ആഗ്രഹമില്ല. പണ്ടെടുത്ത ഒരു ഗോൾ എന്തായിരുന്നു? അന്ന് ഒരു പക്ഷേ അലക്സും സൂസിയും ഒന്നിച്ചപ്പോ അന്ന് പള്ളിയിൽ വെച്ചെടുത്ത തീരുമാനമാണ് മരണം വരെ ഞങ്ങൾ ഒരുമിച്ചിട്ടാണ്. അന്നത്തെ ഗോൾ അതായിരുന്നു. പക്ഷെ പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോ ആ ഗോളിൽ നിന്ന് പിന്മാറുകയാണ്. അതിൽ നിന്ന് മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാണ്. നമ്മളെല്ലാവരും പറയുന്നു ഫുഡിന്റെ കാര്യത്തിലാണ്. എനിക്ക് ജങ്ക് ഫുഡ് ഒന്നും ഇഷ്ടമില്ല. ഞാൻ ഇത് കഴിക്കില്ല. കാരണം അത് ആഗ്രഹം എന്റെ ശരീരത്തിന് നല്ലതല്ല. ഇത് നമുക്ക് അറിയാഞ്ഞിട്ടല്ല. നമ്മളത് അറിയുകയും ചെയ്യും. നമ്മളത് പാലിക്കാറുണ്ട്. പക്ഷെ ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യും? ഇതൊക്കെ വാങ്ങി കഴിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്ന ഒരു കാരണമുണ്ട്. എപ്പോഴെങ്കിലും ഒന്നും ആയാൽ കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളെ ഉണ്ടാവുള്ളൂ. ഒരു പ്രാവശ്യം ഒന്നും കഴിച്ചുകൊണ്ട് ഒന്നും സംഭവിക്കുന്നില്ല. ഇത് പക്ഷെ ഒരു പ്രാവശ്യമല്ല നമ്മൾ കഴിക്കുന്നത്. നമ്മൾ പലതവണ റിപ്പീറ്റ് ചെയ്ത് പോകുന്നു. ഇതാണ് പഠനങ്ങൾ പറയുന്ന ജീവിതത്തിൽ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കളവുകൾ. ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം കളവുകളാണ് ഓരോ നിമിഷവും നമ്മൾ നമ്മളോട് തന്നെ പറയുന്നതെന്ന് കണ്ടെത്തുക എന്നാണ് പഠനം എന്ന് പറയുന്നത്. നമുക്ക് ഒരു പക്ഷെ ഒരു കാലഘട്ടത്തിൽ ശരിയെന്ന് തോന്നിയ കാര്യം പിന്നീട് എന്തുകൊണ്ട് അത് തെറ്റും? ഒരു കാലത്ത് നമ്മളത് ഗോളായിട്ട് സെറ്റ് ചെയ്ത് വെച്ചതാണ്. എന്തിനേറെ പറയുന്നു, ഇപ്പൊ നമ്മുടെ വീട്ടിലെ ബന്ധങ്ങൾ പോലും ഒരിക്കൽ നമുക്ക് ഏറെ പ്രിയപ്പെട്ടവയായിരുന്നു. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ നമുക്കത് പ്രിയപ്പെട്ടവയല്ലാത്തതിന്റെ കാരണം നമ്മൾ ജീവിതത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കളവുകളാണ് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. പഠനങ്ങൾ എന്ന് പറഞ്ഞാൽ സൈക്കോളജി എന്ന് പറയുന്ന ഒരു പേര് മാത്രമാണ്, അതൊരു ബ്രാഞ്ചിന് കൊടുത്തതിന്റെ പേര്. ഇതൊക്കെ പഠനങ്ങളിൽ കൂടി തെളിയിക്കപ്പെട്ടിട്ടുള്ള കാരണങ്ങളാണ് എന്ന് പറയും. അപ്പൊ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറേ കളവുകളാണ്. നമുക്ക് നമ്മൾ പറയുന്നില്ലേ, നമ്മുടെ കയ്യിലേക്ക് നമ്മുടെ കുട്ടികളെ നമുക്ക് ലഭിക്കുന്ന സമയത്ത് നമ്മൾ ഈ കുട്ടികളോട് നമ്മൾ അവരെ നോക്കി പറയുന്നത് എന്താ നമ്മൾ ഇത് ജീവിതത്തിലെ ഏറ്റവും നല്ല വ്യക്തികളാക്കി മാറ്റണം, നന്നായി പഠിപ്പിക്കണം. പക്ഷെ ഓരോ പ്രാവശ്യം നമ്മൾ മുന്നോട്ട് പോയി നന്നായി പഠിപ്പിക്കണം, നല്ല വ്യക്തികളാക്കണം എന്ന് പറഞ്ഞ് ഒരിക്കൽ നമ്മൾ സെറ്റ് ചെയ്ത ഗോളാണ്. പക്ഷെ അത് ആ പറയുന്ന കാരണങ്ങൾ, ആ ഗോളിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കാൻ എവിടെയൊക്കെ തുടങ്ങി എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും. നന്നായി പഠിപ്പിക്കും എന്ന് പറയുമ്പോൾ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഞാൻ അവിടെ വളർത്തരും. പക്ഷെ അവരുടെ ആഗ്രഹങ്ങൾക്കൊപ്പമാണോ പലപ്പോഴും നമ്മൾ നിൽക്കുന്നത്? അല്ല, നമ്മുടെ ആഗ്രഹങ്ങൾക്കൊപ്പമാണ് നമ്മൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും. ഇതുപോലെ ജീവിതത്തിൽ നിങ്ങൾ എന്തെല്ലാം കളവുകൾ ഓരോ നിമിഷത്തിലും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. കോവിഡ് കാലത്ത് നമ്മൾ എല്ലാവരും വീട്ടിലിരുന്ന സമയത്ത് നമ്മൾ ഇത്തരം പ്ലാറ്റ്ഫോമിലൂടെ ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എന്തിനേറെ പറയുന്നത്, സ്ഥിരമായിട്ട് 3 കൊല്ലമായിട്ട് അല്ലെങ്കിൽ അതിലേറെ കൊല്ലമായിട്ട് ഇതിൽ തുറന്നുകൊണ്ട് പോകുന്ന ബി മാജിക്കിൽ തുറന്നുകൊണ്ട് പോകുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അപ്പൊ നമ്മൾ പറയുന്നത് എന്താണ്? ഈ ബന്ധങ്ങൾ നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം. അല്ലെങ്കിൽ എനിക്ക് ഈ ബന്ധങ്ങളൊക്കെ വളരെ വിലപ്പെട്ടതാണ്. ഇത് എനിക്ക് എപ്പോഴും പ്രിയപ്പെട്ടതാണ്. പക്ഷെ നമുക്ക് കാലങ്ങൾ കഴിയുമ്പോൾ ഇത് നമ്മുടെ പ്രിയപ്പെട്ടതായിട്ട് മാറുന്നു. എന്തുകൊണ്ടാണ് നമുക്ക് പ്രിയപ്പെട്ടതായിട്ട് മാറാത്തത്? നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തി അതിന്റെ പിന്നാലെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ ഓട്ടം എവിടെ നിർത്തുന്നുണ്ടോ? ഒരിക്കലുമില്ല. അപ്പം പഠനങ്ങൾ പറയുന്നത് നമുക്ക് ഒരുപാട് ബന്ധങ്ങളൊന്നും ജീവിതത്തിൽ ആവശ്യമില്ല. നമുക്ക് ആവശ്യമായ കുറഞ്ഞ ബന്ധങ്ങൾ, അതൊരു കയ്യിൽ എണ്ണാൻ പറ്റുന്ന ബന്ധങ്ങളാണെങ്കിൽ അത്രയും നല്ലത് എന്നാണ് പഠനങ്ങൾ പറയുന്നത് കേട്ടോ. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നത് എന്താ, ഒരുപാട് ഫ്രണ്ട്സ് ഉള്ളവരൊക്കെ വലിയ ഭാഗ്യവന്മാരാണ്, അല്ലെങ്കിൽ അവർ ഒരുപാട് നല്ല ബന്ധങ്ങൾ സൂക്ഷിക്കുന്നവരാണ്. ഒരിക്കലുമല്ല. നമ്മുടെ കയ്യിൽ ഏറ്റവും കുറഞ്ഞ ബന്ധങ്ങൾ, നമ്മുടെ കയ്യിൽ എണ്ണാവുന്ന ബന്ധങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ ആ ബന്ധങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ
കൂടുതൽ കാലം കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഇപ്പൊ ജീവിതത്തിൽ പറഞ്ഞപ്പോ ഞാൻ സന്തോഷത്തോടു കൂടി ഓർക്കുന്ന കാര്യം എന്താന്ന് വെച്ചാൽ, ഞാൻ എന്തിനാണ് ഈ വിമാജിക്കിൽ ജോയിൻ ചെയ്തതെന്ന് വെച്ചാൽ, എനിക്ക് നന്നാവാനും എനിക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഒപ്പം ഞാൻ പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും പറ്റണം എന്നതാണ്. എന്തുകൊണ്ടോ ഈശ്വര സഹായം കൊണ്ടോ എന്റെ ഉള്ളിലുള്ള ആ ഒരു വെളിച്ചം കൊണ്ടോ എന്താണെന്ന് അറിയില്ല, ഇന്നും അത് ബി മാജിക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ഞാൻ അന്ന് ഈ ബി മാജിക്കിലേക്ക് ജോയിൻ ചെയ്തതിന് കണ്ടെത്തിയ കാരണം ഇന്നും ഫോളോ ചെയ്ത് പോകുന്നുണ്ട് എന്നർത്ഥം. പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോ ഈ ലൈഫ് ലൈനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്കിത് മനസ്സിലായത്. അന്നത്തെ എന്റെ ഗോള് ഇന്നും ഞാനിത് സൂക്ഷിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ അതല്ലാത്ത മറ്റേതെങ്കിലും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അപ്പൊ ഇവിടെയൊക്കെയാണ് നാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കളവുകളെ കുറിച്ച് ബോധവാന്മാരാകേണ്ടത് എന്നുള്ളതാണ്. ഈ ലൈഫ് ലൈൻ എന്ന് നിങ്ങൾ ഗൂഗിൾ അടിച്ചു കൊടുത്താൽ പോലും നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. അത് ആ ഒരു വാക്ക് പോലും ഒരു പ്രധാനപ്പെട്ട പുസ്തകത്തിൽ നിന്നാണ് നമ്മളിലേക്ക് വരുന്നത്. അതായത് ഹാവ് ദ കറേജ് ടു ബി ഡിസ്ലൈക്ഡ് ബൈ അതേഴ്സ്. അതായത് നമുക്ക് മറ്റുള്ളവർ നമ്മളെ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു കറേജ് കൂടി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടെത്തണം എന്ന പുസ്തകത്തിൽ നിന്നാണ് ഇത്തരം ഒരു വേർഡ് എന്റെ ജീവിതത്തിലേക്കും കടന്നു വന്നത്. അതൊരു പ്രിയപ്പെട്ട പുസ്തകമായി മാറിയതും ഒരു പക്ഷെ ഇതായിരിക്കാം. അപ്പൊ കണ്ടെത്തേണ്ടത് ഇത്ര മാത്രം. ഞാൻ ജീവിതത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും മുന്നേയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കളവുകൾ എന്തൊക്കെയാണ്, എന്റെ ബന്ധങ്ങളിൽ ഞാൻ എന്തൊക്കെ കളവുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ 2-3 വർഷം കൊണ്ടുവന്ന ഏറ്റവും നല്ല ബന്ധം എന്ന് വിചാരിക്കുന്ന ഒരു ബന്ധം ഇപ്പൊ നിലനിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും ഉണ്ടാവില്ല. നമ്മൾ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ യാത്ര പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അവർ നമ്മളിൽ നിന്ന് അകന്നു പോയെങ്കിൽ അവരെ അതിന് വഴിക്ക് വിടുക. പക്ഷെ നമ്മളായിട്ട് നമ്മൾ ചൂസ് ചെയ്ത ഒരു ബന്ധം നമ്മൾ വേണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മുന്നെടുത്ത, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകണം എന്നോർത്ത ഒരു നല്ല ബന്ധങ്ങളെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാകാത്തതുകൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിലും ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഒരാളെ മാറ്റി നിർത്തണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, നമുക്ക് ഒരാളുടെ ഇഷ്ടമില്ല എന്ന് തോന്നുന്ന നിമിഷത്തിൽ നമ്മൾ കണ്ടെത്തുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്, അവരിൽ എന്തൊക്കെ പോരായ്മകളുണ്ടോ അതല്ലേ നമ്മൾ എടുത്തു പറയുന്നത്, എന്നിട്ടല്ലേ നമ്മൾ ആ ബന്ധത്തിൽ നിന്ന് പിൻവാങ്ങുന്നത് പോലും. പലപ്പോഴും ചിന്തിച്ചു നോക്കൂ, നമ്മുടെ ഇന്റർ റിലേഷൻഷിപ്പിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. നമ്മൾ ജീവിതത്തിൽ ഒരാളെ വെറുക്കുന്നുവെങ്കിൽ, നമ്മുടെ ശത്രുക്കളായി നമ്മൾ കണ്ടെത്തുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ കണ്ടെത്തുന്ന കാരണം അവരിലുള്ള ഫ്ലോസ് ആണ്, അല്ലെങ്കിൽ അവരിലുള്ള കുറവുകളോ തെറ്റുകളോ ഒക്കെ ആയിരിക്കാം. പക്ഷെ ഒരിക്കൽ നമുക്ക് ഈ ബന്ധങ്ങൾ വളരെ പ്രിയപ്പെട്ടതായിരുന്നു എന്നുകൂടി ഓർക്കുക. ആ പ്രിയപ്പെട്ടത് നമ്മൾ അകറ്റാൻ നോക്കുമ്പോൾ നമ്മളിൽ നിന്ന് നമ്മൾ ഒരിക്കൽ സെറ്റ് ചെയ്ത ഗോളിൽ നിന്ന് നമ്മൾ പിൻവാങ്ങുകയാണ്. ഓഷോ പറഞ്ഞത് പോലും ഇങ്ങനെയാണ്, ഒരുപാട് ബന്ധങ്ങളൊന്നും ജീവിതത്തിൽ ആവശ്യമില്ല. നിങ്ങൾക്ക് എത്ര കുറഞ്ഞ ഒന്നോ രണ്ടോ കൂട്ടുകാരേ ഉള്ളൂ, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഏറ്റവും അടുത്ത റിലേഷൻഷിപ്പോ ഉള്ളെങ്കിൽ അത് മാത്രം മതി നമുക്ക് മുന്നോട്ട് സമാധാനത്തോടു കൂടി പോവാൻ. അതിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ, അവരിലൂടെ കിട്ടുന്ന അറിവുകൾ, ആ ബന്ധം കൊണ്ടുപോയി നമ്മൾ എടുക്കുന്ന ഇനിഷ്യേറ്റീവ്, അത് മാത്രം മതി. ഇന്നും ലൈഫിൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത് പലതും നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഓരോന്ന് നേടിയെടുക്കുമ്പോൾ നമ്മൾ പുതിയ 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 നേട്ടങ്ങളിലേക്ക് പോകണ്ട എന്നല്ല ഇതിനർത്ഥം. തെറ്റ് ചെയ്തിരിക്കുന്ന ഗോളിൽ നിന്ന് ഒരിക്കൽ ഞാൻ ചൂസ് ചെയ്ത് ലൈഫിൽ കൊണ്ടുപോയിക്കൊള്ളാം എന്ന് ഉറപ്പെടുത്ത തീരുമാനങ്ങളിൽ നിന്ന് പിൻവാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കണ്ടെത്തുന്ന ഒരുപാട് പ്രശ്നങ്ങൾ മാത്രമാണ്. ഒരിക്കൽ കണ്ടെത്തിയ ഗോൾ ഒരിക്കൽ നിങ്ങളെ ലൈഫിൽ ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും മുന്നോട്ട് കൊണ്ടുപോകുക തന്നെ ചെയ്യുക. അവിടെ നമ്മൾ കണ്ടെത്തുന്ന എക്സ്ക്യൂസുകൾ പോലും നമ്മളെ അതിൽ നിന്ന് പിൻവാങ്ങാൻ കണ്ടെത്തുന്ന എക്സ്ക്യൂസുകളാണെന്ന് മാത്രം ഓർക്കുക. ഈ പുസ്തകം വായന പറഞ്ഞതുപോലെ, ഞാൻ ചൂസ് ചെയ്ത ഒരു ബുക്ക് 1 മാസം കൊണ്ട് തീർക്കണം എന്ന് വിചാരിച്ചിട്ട് ഇന്ന് 2-ാമത്തെ മാസമായിട്ടും ഞാൻ അത് തീർത്തിട്ടില്ല. കാരണം ഞാൻ അതിന് ഇപ്പോഴും കണ്ടെത്തുന്ന പുതിയ പുതിയ എക്സ്ക്യൂസുകളാണ്. പക്ഷെ ഞാൻ ആദ്യം കണ്ടെത്തിയ ഗോൾ എന്തായിരുന്നു, ഈ മാസം കൊണ്ട് ഞാനത് തീർക്കും. പക്ഷെ അത് തീർക്കാതിരിക്കാൻ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരുപാട് കളവുകളാണ്. എനിക്ക് സമയം ഉണ്ടായില്ല, അല്ലെങ്കിൽ ഇത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വായിക്കണമായിരുന്നു. പക്ഷെ ആദ്യം സെറ്റ് ചെയ്ത ഗോളിൽ ഞാൻ ഉറച്ചു നിന്നിരുന്നെങ്കിൽ, അതിന് പിന്നാലെ യാത്ര ചെയ്തിരുന്നെങ്കിൽ, അതൊരു പക്ഷെ ആ ഗോള് കംപ്ലീറ്റ് ചെയ്ത് വീണ്ടും ഇത് ഒന്നുകൂടി വായിക്കണം എന്നുണ്ടെങ്കിൽ അതിലേക്ക് എനിക്ക് പോകാമായിരുന്നു. അപ്പൊ ഓരോ ഗോളും കംപ്ലീറ്റ് ചെയ്യുമ്പോഴേ പുതിയ ഗോളുകളിൽ ഞാൻ എവിടെയൊക്കെ പിൻവാങ്ങുന്നു എന്ന് കണ്ടെത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ റിലേഷൻഷിപ്പ് എനിക്ക് മുന്നോട്ട്, നമ്മൾ പുതിയ ഒരു റിലേഷൻഷിപ്പ് നമ്മളോട് ബ്രേക്ക് ചെയ്ത്
നമ്മളുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കണ്ടെത്തുന്ന കളവുകൾക്ക് വേണ്ടി ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പിന്തുടർന്ന് പിന്നീട് വരുന്ന ബന്ധങ്ങളിലും ആവർത്തിക്കും എന്ന് കൂടി ഓർക്കുക. കാരണം അത് അവരുടെ പ്രശ്നമല്ല, അവരിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല, മാറ്റം വന്നിരിക്കുന്നത് നമ്മളിലാണ്. സൂസിക്ക് സംഭവിച്ചതുപോലെ ഇവിടെ അലക്സിന് വലിയ മാറ്റമൊന്നുമില്ല, ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. പക്ഷെ സൂസി കണ്ടെത്തുന്ന പോരായ്മകളെല്ലാം തന്നെ സൂസി ആദ്യം അലക്സിനെ കണ്ടെത്തപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ സൂസിക്ക് ഇപ്പോ അത് വേണ്ട എന്ന് തീരുമാനിച്ചെടുത്ത് അവിടെ പ്രശ്നങ്ങൾ മാത്രം സൂസി കണ്ടെത്തി അതിൽ നിന്ന് പിൻവാങ്ങാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി സൂസി മറ്റൊരു ബന്ധത്തിലേക്ക് പോയാലും പിന്നീട് ആവർത്തിക്കും ഇതുകൊണ്ട് തന്നെയാണ്. അതൊരു പക്ഷെ അതുകൊണ്ടായിരിക്കാം നമുക്ക് ചില കാര്യങ്ങൾ ഉറച്ചു നിൽക്കാൻ പറ്റാത്തത്, ചില ബന്ധങ്ങളിൽ നമുക്ക് ഉറച്ചു നിൽക്കാൻ പറ്റാത്തതും അതുകൊണ്ടാണ്. കാരണം നമ്മൾ അത്തരം ആദ്യം പ്രിയപ്പെട്ടവയാണെന്ന് കണ്ടെത്തിയത് പോലും പിന്നീട് വേണ്ടാന്ന് തീരുമാനിക്കുന്നിടത്ത് നമ്മൾ ജീവിതത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില കളവുകളാണ്. അപ്പൊ നമ്മുടെ വളർച്ചയ്ക്ക് ആവശ്യമായി ഒരിക്കൽ നമ്മൾ ശരിയെന്ന് തോന്നിയ കാര്യങ്ങൾ അത് തുടർന്നുകൊണ്ട് പോവുക, അതിൽ നമുക്ക് വേണ്ട മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടേയിരിക്കുക. ഇപ്പൊ ഇന്നലെ പറഞ്ഞതുപോലെ ഇപ്പൊ ഈ ക്യാപ്ഷന് വേണ്ടി ഒരു പോസ്റ്റ് തയ്യാറാക്കിയപ്പോൾ ജീവിതത്തിൽ വരുന്ന കളവുകളെ കുറിച്ച് സൂചിപ്പിക്കാനാണ് ഞാൻ ഈ ഒരു പുതിയൊരു പോസ്റ്റിലേക്ക് എന്റെ ശ്രദ്ധ തിരിഞ്ഞത്. പക്ഷെ അതിഷ എനിക്കത് കൃത്യമായി തന്നെ ചെയ്ത് തന്നു. കാരണം അത് പ്രകൃതിയിലൂടെ നടത്തപ്പെട്ടു. ആ ഒരു പോയിന്റിൽ നിന്നാണ് എനിക്ക്, പക്ഷെ ആ ക്യാപ്ഷൻ അവിടെ ശരിയായിരുന്നു. ആ ക്യാപ്ഷനിലൂടെ ആയിരിക്കാം ഒരു പക്ഷെ ഞാൻ ഇന്ന് അലക്സ് എന്ന സൂസി എന്ന വ്യക്തിയിലേക്ക് ഞാൻ എത്തിയത് പോലും. ദർ ഇസ് എ കണക്ഷൻ. അപ്പൊ ഒരിക്കൽ നമ്മൾ ഒരു കാര്യങ്ങൾക്ക് നമ്മളെ വഴി നടത്താൻ ഒരു നമുക്കൊരു നിയോഗം പോലെ നമ്മുടെ മുന്നിൽ വന്നു എങ്കിൽ അതിനെ സ്വീകരിക്കാനും അതിനെ മറികടക്കാനുള്ള കളവുകളെ കണ്ടെത്താതെ അതിലൂടെ യാത്ര ചെയ്യാൻ ഒരു വെള്ളം പോലെ ഒഴുകാൻ നമ്മൾ തയ്യാറാകുന്നത് നമുക്ക് ജീവിതത്തിലേറെ മിറാക്കിൾ സംഭവിക്കും എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഓർക്കുക, നമ്മൾ ജീവിതത്തിൽ എന്തെല്ലാം കളവുകൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഓഫീസിൽ ലേറ്റ് ആയി എന്ന് വിചാരിക്കുക, നമ്മൾ പറയുന്ന കളവ് എന്താണ്? ബസ് ബ്ലോക്കായി, അല്ലെങ്കിൽ അവിടെ ബ്ലോക്ക് ആയിരുന്നു, അല്ലെങ്കിൽ ഭയങ്കര റോഡിൽ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു. നമുക്ക് ഈ ബ്ലോക്കിനെ കുറിച്ചൊന്നും അറിയാഞ്ഞിട്ടല്ല, പക്ഷെ നമുക്ക് കൃത്യമായി എത്തണം എന്ന് മാത്രം നമ്മൾ ഒരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ അതിനുള്ള വഴികൾ നമ്മൾ കണ്ടെത്തി ആ ബ്ലോക്ക് തിരിച്ചറിഞ്ഞ് നമ്മൾ അതിന് മുന്നേ എത്താൻ എന്തെങ്കിലും വഴികൾ കണ്ടെത്തും. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അവിടെ എത്തുമ്പോഴും പറയുന്നത് എന്താണ്? ഐ എം സോറി ടുഡേ ഐ വാസ് ലേറ്റ്. അവിടെ ബ്ലോക്കിന്റെ കാര്യം പറഞ്ഞിട്ട് ഇതൊന്നും ആർക്കും താല്പര്യമുള്ള കാര്യമല്ല. ഞാൻ ഇന്ന് ലേറ്റ് ആണ്, അതാണ് സത്യം. നേരത്തെ എത്തേണ്ടത് എന്റെ ഡ്യൂട്ടിയാണ്. അതിന് ഞാൻ കണ്ടെത്തുന്ന എക്സ്ക്യൂസുകൾ മാത്രമാണ് എന്റെ മുന്നിൽ വരുന്ന ബ്ലോക്ക്. ആ ബ്ലോക്ക് എങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ ഞാൻ ഓഫീസിലേക്ക് വരുന്നതിന്റെ മുന്നേ എന്റെ മനസ്സിൽ ആ ബ്ലോക്കുകൾ കണ്ടെത്തി എന്നുള്ളതാണ്. ബ്ലോക്കുകൾ നമ്മുടെ മുന്നിൽ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായി നമ്മുടെ മുന്നിലേക്ക് വരികയും ചെയ്യും. കാരണം കൃത്യസമയത്ത് നമ്മൾ എത്തണം എന്ന് വിചാരിച്ച് ഉറപ്പിച്ച് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് നോക്കി നമ്മൾ അവിടെ എത്തുക തന്നെ ചെയ്യും. മറിച്ച് ഞാൻ ഇന്ന് ഓഫീസിൽ എത്തുമോ എന്ന് ചിന്തിച്ച് രാവിലെ ഉണ്ടായിരുന്ന ഓരോ ബ്ലോക്കുകളിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ എവിടുന്നെങ്കിലും നമുക്ക് അവിടെ ബ്ലോക്കുകളുമായിട്ട് നമ്മുടെ മുന്നിൽ യൂണിവേഴ്സൽ ബ്ലോക്കുകളുമായിട്ട് എത്തും. ഓർക്കുക, ജീവിതത്തിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കളവുകൾ എന്തെല്ലാമാണ്. ഇന്ന് ഞാൻ എന്റെ വീട്ടിലുള്ള പാർട്ട്ണറിൽ കണ്ടെത്തുന്ന കുറ്റം അത് അന്നും ഇന്നും എപ്പോഴും ഉണ്ട്. പക്ഷെ അന്ന് ഞാൻ കണ്ടെത്തിയത് അവരുടെ ഗുണങ്ങൾ മാത്രമായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ അത് കണ്ടെത്തുന്നത് അവരുടെ കുറ്റങ്ങൾ മാത്രമാണ്. അതുകൊണ്ടാണ് ബന്ധങ്ങൾ അകൽച്ച ഉണ്ടാകുന്നത്. ഞാൻ എന്തുകൊണ്ട് ഈ ഗോൾ സെറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ച ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് ഓർത്തപ്പോൾ ഞാൻ ഇപ്പോഴും അതിന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കളവുകളാണ് പ്രശ്നം. കാരണം ഈ ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റാത്തത് ഞാൻ ഒരുപാട് എക്സ്ക്യൂസുകൾ പറയും. അത് ജീവിതത്തിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കളവുകൾ മാത്രമാണ്. ഇതിനെ മാറ്റി നിർത്തുക. ഇത്തരം കുഞ്ഞു കുഞ്ഞു കളവുകൾ നമ്മൾ സ്വന്തം കണ്ടെത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എവിടേക്കാണ് ബ്ലോക്കുകൾ എന്ന് നമുക്ക് മനസ്സിലാവും. ഒരു പക്ഷെ ഈ ഒരു ടോപ്പിക് പഠിച്ചപ്പോഴാണ് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകത്തെ പോലും ഞാൻ അപ്പോ ഓർത്തത്. കഴിഞ്ഞ മാസം നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ മാസം തീർക്കണം എന്ന് പറഞ്ഞ ഞാൻ മാറ്റി അത് ഈ മാസം കൂടി ബാക്കി, ഇപ്പോഴായിട്ടും അത് തീർന്നിട്ടില്ല എന്നതിന്റെ കാരണം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് എനിക്ക് ഒരുപാട് യാത്രകൾ ഉണ്ടായിരുന്നു, എനിക്ക് ഒരുപാട് വർക്കുകൾ ഉണ്ടായിരുന്നു, എനിക്ക് ശാരീരികമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇത്തരം കളവുകൾ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ എന്റെ ഗോൾ അവിടെ കംപ്ലീറ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഒരിക്കലും. ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ, ഈ ബി മാജിക്കിൽ ജോയിൻ ചെയ്തപ്പോൾ നിങ്ങൾ എല്ലാവരും സെറ്റ് ചെയ്ത ഒരു ഗോൾ ഉണ്ടായിരുന്നു. അതിൽ എത്ര പേര് അത് ഇന്നും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്? അത് കൊണ്ടുപോകാതിരിക്കാൻ ഞാൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഗോളുകൾ അല്ലെങ്കിൽ ആ സെറ്റ് കളവുകൾ എന്തൊക്കെയാണ് ഒന്ന് തിരിഞ്ഞു നോക്കൂ. ഇന്നും ഞാനത് കൊണ്ടുപോകുന്നുണ്ട്, അല്ലെങ്കിൽ അത് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, പക്ഷെ ഇന്നത് ഇപ്പോഴും എനിക്കിത് കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ എന്തെല്ലാം കളവുകളാണ് എന്നോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് എന്ന് നോട്ട് ചെയ്യുക.
അപ്പൊ പഠനങ്ങൾ പറയുന്നത് ഇത്ര മാത്രം. നമ്മൾ സെറ്റ് ചെയ്ത ഗോളുകളിൽ നമ്മൾ അകലാനുള്ള ഒരു കാരണം നമ്മൾ ജീവിതത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കളവുകളാണ്. ആ കളവുകളെ കണ്ടെത്തുക, അതിനെ ദൂരീകരിക്കുക, അതിനാവശ്യമായ നടപടികൾ എടുക്കുക, എന്നിട്ട് സെറ്റ് ചെയ്ത ഗോളിലേക്ക് ഫോക്കസ് ചെയ്ത് അത് ഏതെല്ലാം രീതിയിൽ ഫുൾഫിൽ ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നുകൊണ്ടേയിരിക്കുക. എന്തായാലും ഇത് പറഞ്ഞപ്പോ ഒരുപാട് ഈ ഒരു ടോപ്പിക് ഒരു മിറാക്കിൾ ആയിട്ട് വന്നത് തന്നെയാണ്. കാരണം ഈ വായിച്ചിരിക്കുന്ന പുസ്തകത്തിൽ നിന്ന് അങ്ങനെ ഒരു ടോപ്പിക്കിലേക്ക് പെട്ടെന്ന് വന്നതും അതിലേക്ക് എന്നെ മുന്നോട്ട് നടത്തിയ അതിശയുടെ, ഒരു പക്ഷെ അതിശയ നിങ്ങൾക്ക് ആ പോസ്റ്റ് ഷെയർ ചെയ്ത് തന്നില്ലെങ്കിൽ ഒരു പക്ഷെ അത് മറ്റൊരു പോസ്റ്റായിട്ട് മാറുകയായിരുന്നു. അപ്പൊ അത് പോസ്റ്റ് ഷെയർ ചെയ്തു എന്ന് പറഞ്ഞപ്പോ അത് ഒരു വെള്ളം പോലെ ഒഴുകാൻ അതിനെ കൂട്ടുപിടിച്ച് മുന്നോട്ട് നീങ്ങുക. സത്യം പറയും, ഇതൊരു മിറാക്കിൾ ആയിരുന്നു. പോസ്റ്ററിലൂടെ ഈ ഒരു ടോപ്പിക് ഇതിലൂടെ വഴി നടത്തുക എന്നത് യൂണിവേഴ്സിന്റെ നിയോഗമാണ്. അതായിരിക്കാം അലക്സും സൂഫിയും എന്റെ മുന്നിലേക്ക് വന്നത്. അതും ഒരു നിയോഗം തന്നെയാണ്. എന്താ, ജീവിതത്തിൽ ഗോൾ സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓരോ നിമിഷം അത് എന്തോ ആയിക്കോട്ടെ, ഇന്ന് 4 മണിക്ക് എഴുന്നേൽക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് 4 മണിക്ക് എഴുന്നേറ്റില്ലെങ്കിൽ ഞാൻ പറയുന്ന കളവ് എന്താണ്, എന്ന് എനിക്ക് ഭയങ്കര ക്ഷീണം തോന്നി, അല്ലെങ്കിൽ അലാറം ഓഫായി ഞാൻ അലാറം കേട്ടില്ല. ഇതൊക്കെ ഓരോ നിമിഷവും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു കളവുകളാണ്. അതിന് പകരം യെസ് ഐ വാസ് ലേറ്റ്, ഞാൻ മനഃപൂർവ്വം എഴുന്നേറ്റില്ല, എനിക്ക് നീഡ് ഉണ്ടായിരുന്നു, ഞാൻ എഴുന്നേൽക്കുമായിരുന്നു. ഇത് ഞാൻ പറഞ്ഞ കളവാണെന്ന് തിരിച്ചറിയുക, ആ ഓരോ കളവും കണ്ടെത്തി അതിനെ നമുക്ക് സത്യത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ ഗോൾ സെറ്റ് ചെയ്യാൻ ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പോസ്റ്റ് തയ്യാറാക്കിയ അല്ലെങ്കിൽ അതിലേക്ക് വഴി നടത്തിയ അജിഷയ്ക്ക് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും നിങ്ങളുടെ ജീവിതത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു കളവുകൾ കണ്ടെത്താൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഐ ബ്ലസ് യു ഓൾ, ഐ താങ്ക് യു ഓൾ ആൻഡ് ഐ ലവ് യു ഓൾ. ഗുഡ് ഡേ. ഓക്കെ പ്രവീണ മാം, താങ്ക് യു സോ മച്ച്. നല്ലൊരു ഒരു സ്റ്റോറിയും നല്ല ഹാപ്പി ആയിട്ട് ഇങ്ങനെ കേട്ടിരിക്കാൻ പറ്റുന്ന ഒരു ക്ലാസ് ആയിരുന്നു ഇന്ന്. എനിവേ താങ്ക് യു സോ മച്ച് മാം. സോ ടീം മെമ്പേഴ്സ്, അപ്പോൾ ഫീഡ്ബാക്ക് അറിയാതെ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. സോ ആരാണ് ഫസ്റ്റ് സംസാരിക്കുന്നത്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നന്നായിട്ടോ ഈ ഇന്നത്തെ ക്ലാസ് നല്ല ഒരു ഉദാഹരണവും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരുപാട് എച്ച് പറയുന്നത് കളവ് പറയുന്നതിന്റെ ഒരു കാരണം നമ്മൾ എപ്പോഴാണ് കണ്ടെത്തുന്നത്. നന്നായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് മുത്തൻസർ. തീർച്ചയായിട്ടും നമുക്ക് ചില സമയങ്ങളിൽ കിട്ടുന്ന ഓരോ അറിവുകളാണ് നമ്മൾ മുന്നോട്ട് നടത്തുന്നത്. അപ്പൊ അത് കളവുകളാണെന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല. സാധാരണ അത് കളവ് കണ്ടിന്യൂ ആയിട്ട് പോകുന്നുണ്ട്, പക്ഷെ പിന്നീട് നമ്മൾ തിരിച്ചറിയുമ്പോഴായിരിക്കും അത് കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. സൂപ്പറായി. കാരണം നമ്മൾ ആരും ശ്രദ്ധിക്കൂല. നമ്മള് ഇത്രയും അത് ചില മറ്റേ ഡെയിലി ഇങ്ങനെ പറഞ്ഞിട്ട് അത് നമ്മളെ സുഹൃത്തുക്കളൊക്കെ കാണിച്ചാല് നമ്മൾ ലൈവായിട്ട് കാണുന്നുണ്ടാവും, പക്ഷെ അവര് അത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത്. ഒരു ലൈഫ് സ്റ്റൈലിലായി മാറേണ്ടിയിരിക്കുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞിട്ട് ആ കാര്യങ്ങളൊക്കെ നടക്കാതെ പോകുന്നുണ്ട്. അതൊരു സ്റ്റൈലായി മാറിക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു പോയിന്റ്. ഇതുപോലത്തെ ടോപ്പിക് ആയിട്ട് വരണം. ഓക്കെ, ഹായ് പ്രവീണ മാം, വണ്ടർഫുൾ സെക്ഷൻ. എന്താ പറയാ, എവിടുന്ന് ഈ സബ്ജക്റ്റ് ഒക്കെ കിട്ടുള്ളൂ ഞാൻ ആലോചിക്കുന്നത്. ഓരോരുത്തരെ ഉള്ളിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന പോലെയാണ് സംസാരം. കാരണം സത്യമാണത്. ഇന്നത്തെ ക്ലാസ് എടുത്തെന്ന് പറഞ്ഞാല് എന്താ പറഞ്ഞ നമ്മള് അറിയുന്നില്ല നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ ചിന്തിക്കുന്ന പോലും ഇല്ല. നമ്മൾ അങ്ങോട്ട് പറയണ ഒരു ഒഴുക്കില് ഞാൻ നീക്ക അല്ലെങ്കിൽ അലാറം സെറ്റ് ചെയ്ത് അത് അടുത്തിട്ട് ഞാൻ അറിഞ്ഞില്ല, അതൊന്നല്ല നമ്മൾ പറയാം. നമ്മൾ പറയാ ഈ അലാറം അടിച്ചില്ല അതുകൊണ്ട് എഴുന്നേക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് നമ്മളിങ്ങനെ പറയാം. അതൊക്കെ കള്ളമാണെന്ന് നമുക്ക് തന്നെ അറിയാം, നമുക്ക് ശരിക്കും അറിയാം. പക്ഷെ എന്നാലും നമ്മൾ എന്ത് ചെയ്യണ്, നമ്മൾ ആ കള്ളത്തരത്തിലൂടെ തന്നെ മുന്നിലേക്ക് പോണേ. നല്ലൊരു സബ്ജക്ട് ചെയ്തൊന്ന് എടുത്തിട്ട് മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സിന്ധു മാം. നെക്സ്റ്റ്. ഗുഡ് മോർണിംഗ് പ്രവീണ മാം. ഗുഡ് മോർണിംഗ്. നല്ലൊരു സെക്ഷൻ. വളരെയധികം നന്നായി മാം. ശരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ് നമ്മൾ പോലും അറിയാതെ. പക്ഷെ ബി മാജിക്കിൽ വന്നതിന് ശേഷം, അതിന് മുന്നേ ഉണ്ടായിരിക്കാം, പക്ഷെ ബി മാജിക്കിൽ വന്നതിന് ശേഷം അങ്ങനെയുള്ള ഒരു ഇതില്ലാന്ന് തോന്നുന്നുട്ടോ. നമ്മൾ കാരണങ്ങൾ പറയില്ല,
അത് ഉറപ്പാണ്. പിന്നെ മാം ഒരു സ്റ്റോറി പറഞ്ഞില്ലേ, അത് കറക്റ്റാണ്. പല കുടുംബജീവിതവും, അതായത് നമ്മളെ ലൈഫിലേക്ക് നമ്മളൊരു പാർട്ട്ണറെ നമ്മൾ കൂട്ടുന്ന സമയത്ത് നമ്മൾ എല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് എല്ലാ കാര്യങ്ങളും സത്യസന്ധമായിട്ട് അവർ ഫോളോ അപ്പ് ചെയ്യുന്ന ആളുകളായിരിക്കും. പക്ഷെ പിന്നീട് അവർക്ക് തമ്മിൽ എന്തെങ്കിലും ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ചെറുതായിട്ട് ഒരു മൈനസ് പോയിന്റ് വന്നിട്ടുണ്ടെങ്കിൽ അവരത് കാരണങ്ങളാണ് പിന്നെ കാണുക. നീ അങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്തു, അങ്ങനെ ഓരോ കാരണങ്ങൾ. പരസ്പരം എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന വ്യക്തികൾ ചില കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കുക. ഇനിയിപ്പോൾ ഫോണിന്റെ കാര്യമായാലും അല്ലെങ്കിൽ പരസ്പരം തുറന്നിട്ടുള്ള സംസാരങ്ങളായാലും അതുവരെ സംസാരിച്ചിരുന്ന കാര്യങ്ങളൊക്കെ പിന്നെ കുറഞ്ഞു വരും. പിന്നെ ആ വ്യക്തിയുടെ കാര്യങ്ങൾ അന്വേഷിക്കാതിരിക്കുക. അവർക്ക് എന്തെന്നെ വന്നാലും ചില ആളുകൾ ശ്രദ്ധിക്കില്ല. പക്ഷെ അതൊക്കെ ഒരുപാട് ഫീലിങ്സ് ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ ആദ്യം മുതലേ അവർ അത്രയും സ്നേഹത്തോടു കൂടി ജീവിച്ച്, ഇപ്പൊ സാറ് മാം ഒരു സ്റ്റോറി പറഞ്ഞതിനെ ആസ്പദമാക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. അത്രയും ആത്മാർത്ഥമായി സ്നേഹിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹൃദയം തുറന്ന് സംസാരിച്ച ആളുകൾ പയ്യെ അതിങ്ങനെ കുറഞ്ഞു വരുമ്പോൾ അത് പല വിധത്തിലുള്ള അപകടങ്ങളിലേക്കും അതുപോലെ തന്നെ ആ ലൈഫ് തന്നെ മൊത്തം ഇല്ലാതെയാവാനും ചാൻസ് ഉണ്ട്. ഓക്കെ, വളരെ നല്ലൊരു ടോപ്പിക്കാണ് മാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ. പീലിയും പറഞ്ഞത് ഇത് തന്നെയാണ്. അതെ, അതായത് നമ്മൾ പിന്നീട് അത് നമുക്ക് വേണ്ട എന്ന് തോന്നുമ്പോൾ നമ്മൾ കണ്ടെത്തുന്ന കുറെ കളവുകളാണ്. പിന്നെ അതിന്റെ പിന്നാലെയാണ് നമ്മളുടെ യാത്ര. തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ എത്രത്തോളം കളവുകൾ പറയുന്നുണ്ട് എന്നുള്ളത് നമ്മളോട് തന്നെ നമ്മൾ ചോദിച്ചു. അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഗോളുകളൊക്കെ എവിടെയാണ് നിന്ന് പോയത് എന്നുള്ളത്. താങ്ക് യു. ഓക്കെ. താങ്ക് യു. Then ശോഭന മാം കേൾക്കുന്നുണ്ടോ? ഹലോ ശോഭന മാം. പിന്നെ എല്ലാ കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. പക്ഷെ അവളെ ഫോണിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ ഈ ഞായറാഴ്ച ചെന്നിട്ട് വേണം അത് റെഡിയാക്കി കൊടുക്കാം. അതുകൊണ്ടാണ് അതെയോ? അവൾക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. വേറെ അതെല്ലേ? എന്തെങ്കിലും വർക്കുണ്ട്, പോയി ശരിയാക്കാണ്ടായി. ഓക്കെ. ശരി. മാജിക് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. രവണ മാം, നല്ലൊരു സെഷൻ തന്നെയായിരുന്നു. നമ്മൾ ശരിക്ക് നമുക്ക് പല കാര്യങ്ങൾ ഗോളിലേക്ക് എത്താൻ പറ്റാത്തത് എന്തുകൊണ്ട് എന്നുള്ള കാരണങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയ ഒരു ക്ലാസ് ആണ്. അപ്പൊ നമ്മൾ പലപ്പോഴും എക്സ്ക്യൂസസ് പറയുന്നത് നമുക്കതിലേക്ക് താല്പര്യമില്ലാതെ എത്താൻ പറ്റാത്തതിനെ കൊണ്ടാണ്. അപ്പൊ നമ്മൾ അതിലേക്ക് എത്താൻ പറ്റാത്തതിന് നമ്മൾ ഓരോ കാരണങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഇങ്ങനെ പറയാണ്. അപ്പൊ അത് നമ്മൾ ഒഴിവാക്കാനും അത് മനസ്സിലാക്കി അതിന് എന്തൊക്കെ നടപടികൾ എടുക്കണം, നമ്മൾ അത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയും സ്പീഡിൽ നമ്മൾ ചെയ്യണം എന്നുള്ളത് ഈ ഒരു ക്ലാസ്സിൽ നിന്ന് നമുക്ക് അനുഭവം കിട്ടുന്നതാണ്. അപ്പം നമ്മൾ ഒരു ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്ന് പിന്മാറാതെ അതിന് തുടർച്ചയായിട്ട് മുന്നോട്ട് പോകുക എന്നല്ല. അത് മാം പറഞ്ഞതുപോലെ നമ്മൾക്ക് മറ്റുള്ളവർ ഇഷ്ടങ്ങൾ ഒഴിവാക്കേണ്ടി വരും. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ബുക്കിന്റെ കാര്യം എന്ന് പറഞ്ഞില്ല, ഹാവ് ദ കറേജ് ടു ബി ഡിസ്ലൈക്ക് ബൈ അതേഴ്സ് എന്നുള്ള ഒരു കാര്യം കൂടി പറഞ്ഞല്ലോ. സാധാരണ മറ്റുള്ളവരെല്ലാം നമ്മളെ ഇഷ്ടപ്പെടണം എന്നാണ് നമ്മൾ വിചാരിക്കുക. പക്ഷെ നമുക്ക് ഓഷോ പറഞ്ഞ അതും കൂടി മാം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കുറഞ്ഞ ബന്ധങ്ങളായാലും അത് ശക്തിയോടുകൂടി ഉറപ്പുള്ളതായിട്ട് കെട്ടുറപ്പുള്ളതായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ഉപകാരപ്പെടുന്നുള്ളതാണ്. എല്ലാം കൂടി ഒന്നിച്ച് കയ്യിൽ ഒതുങ്ങാത്ത ആകുമ്പോഴാണ് ഈ പ്രയാസങ്ങളെല്ലാം വരുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് മനസ്സിലാക്കിയത് നമ്മൾ ഈ കുഞ്ഞു കളവുകൾ ശരിക്ക് അത്ര ഒരു ഗൗരവമല്ലാത്ത കാര്യങ്ങളായിരിക്കും. പക്ഷെ നമ്മളത് ജീവിതത്തിൽ നമ്മളെ ഗോളിലേക്ക് എത്താൻ അത് ഒരു കാരണമായിട്ട് മാറുന്നുണ്ട്. നമുക്കതൊരു എന്താ ഒരു വിഷമമായി ആണ് നമ്മളെ, അതായത് ഇന്നബിലിറ്റി ആണ് നമ്മളെ ശരിക്ക്. അത് മറച്ചു വെക്കാനാണോ ഇതൊക്കെ പറയുന്നതെന്ന് മനസ്സിലായി. താങ്ക് യു വെരി മച്ച് മാം. നല്ലൊരു സെഷനായി. താങ്ക് യു മനസ്സിലായി. ഇത് പറഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞാൽ നമുക്കറിയാം, കോവിഡിന്റെ സമയത്തൊക്കെ നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ പങ്കെടുത്തപ്പോൾ നമുക്ക് ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അല്ലെ. നമുക്ക് കാരണം നമ്മളൊന്ന് വീട്ടിൽ പുറത്തൊക്കെ ഇറങ്ങുന്നില്ല. അപ്പൊ നമ്മൾ കോവിഡിന്റെ സമയത്ത് ഒരുപാട് ഓൺലൈൻ ക്ലാസ്സുകളും ഇത്തരം ഡിസ്കഷൻസ് ഒക്കെ നടന്ന ക്ലാസ്സുകൾ ഞാൻ അടക്കം ഒരുപാട് ഫ്രണ്ട്സ് ആ സമയത്ത് ഡെവലപ്പ് ചെയ്തെടുത്തു. പക്ഷെ ഇന്നിപ്പോ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 4-5 വർഷങ്ങൾ കഴിഞ്ഞപ്പോ തിരിഞ്ഞു നോക്കുമ്പോൾ എവിടെയാണ് ആ ബന്ധങ്ങളൊക്കെ നോക്കുമ്പോൾ എവിടെയില്ല. എല്ലാവരും പല വഴിക്കായി. അന്ന് കോവിഡ് എല്ലാവരും അകത്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ എല്ലാവരും ഇങ്ങനെ സംസാരിച്ച് ചെറിയൊരു ബന്ധം ഉടലെടുത്തു എന്നുള്ളതാണ്. പക്ഷെ പിന്നീട് എല്ലാവരും ആസ് യൂഷ്വൽ അതിന് മുന്നത്തെക്കാളും
വഷളായ രീതിയിലാണ് ഇപ്പൊ പോകുന്നതെന്നാണ് പറയുന്നത്, പഠനങ്ങൾ പറയുന്നത്. അപ്പൊ എന്ന് പറയുമ്പോൾ ഇന്ന് ആ ബന്ധങ്ങളൊക്കെ എല്ലാവരും അവരുടേതായ ലൈഫിലേക്ക് പോയി. പക്ഷെ അപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന കുറച്ച് ബന്ധങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, ഇതിന്റെ പേരിലൊക്കെ നമ്മൾ കൈവിട്ട് പോയ ഒരു അവസ്ഥ നമ്മൾ പലപ്പോഴും ഓർക്കാറില്ലേ. ആ ബന്ധങ്ങൾ ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവരുമായിട്ട് എനിക്ക് ഇപ്പോൾ ഒരു കോണ്ടാക്റ്റും ഇല്ല, പക്ഷെ എത്ര നല്ലൊരു ബന്ധമായിരുന്നു എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ കൈ വിട്ട് പോകാറുണ്ട്. നമ്മൾ ഇതിന്റെ ഒന്നിന് പിറകെ നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ഒരിക്കൽ നമ്മുടെ കയ്യിൽ ഏറ്റവും സുരക്ഷിതമായിരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കുഞ്ഞു കുഞ്ഞു കളവുകളുടെ പേരിൽ അതങ്ങ് മാറ്റി നിർത്തി പുതിയതിന്റെ പേരിൽ ഇങ്ങനെ ഓട്ടം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നമ്മൾ എല്ലാ കുറച്ച് കാര്യങ്ങളാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഒരു പക്ഷെ നമ്മൾ കുറച്ചൊരു ഏജിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ കയ്യിലെ ബന്ധങ്ങൾ വളരെ കുറയും. അവിടെ അറിയുമ്പോൾ നമുക്ക് കുറച്ച് നല്ല ബന്ധങ്ങൾ മാത്രമേ നമ്മളെ കയ്യിലുണ്ടാവൂ. അത് നമ്മൾ അവസാനം എത്തുമ്പോൾ കുറെ കാലങ്ങൾ കഴിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പോലും. പക്ഷെ എപ്പോഴാണെങ്കിലും നമ്മളെ കയ്യിലുള്ള കുറച്ച് ബന്ധങ്ങളാണെങ്കിലും അതിലെ കുറവുകളും നന്മകളും കണ്ടെത്തി അത് തുടർന്നു കൊണ്ടുപോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെ മുറുകെ പിടിച്ച് അതിന് ആവശ്യമില്ലാത്ത എക്സ്ക്യൂസുകളും കളവുകളും പറയാതെ അത് തുറന്നു കൊണ്ടുപോവുകയേ ചെയ്യുക. ഒരുപക്ഷെ ബി മാജിക് എന്ന ഈ ഒരു പ്ലാറ്റ്ഫോം പോലും എനിക്ക് ഉദാഹരണമായിട്ട് പറഞ്ഞത് കൂടി അതുകൊണ്ടാണ്. അന്ന് പറഞ്ഞ അതേ എക്സ്ക്യൂസ് തന്നെയാണ് ഇന്ന് പറയാനുള്ളത്. എനിക്ക് ഇത് എന്തുകൊണ്ട് ബി മാജിക് മുന്നോട്ട് കൊണ്ടുപോകുന്നു ചോദിച്ചാൽ അന്ന് ഇത് തുടങ്ങിയ കാലത്ത് കണ്ടെത്തിയ അതേ കാരണം തന്നെയാണ് ഇപ്പോഴും എന്റെ കൂടെയുള്ളത്. അപ്പൊ ഞാൻ ലൈഫിൽ കണ്ടെത്തിയ കാര്യം എന്താന്ന് വെച്ചാൽ അത് എന്നും എനിക്ക് ഒരു കളവും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇന്ന് അതൊരു കൂട്ടിക്കണക്ട് ചെയ്യാൻ എനിക്ക് ഈ ഒരു പോയിന്റ്, ഈ ഒരു ടോപ്പിക് കൂടി സഹായിച്ചു എന്നുള്ളത് അഭിമാനത്തോട് കൂടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇതുപോലെ ഓരോ കാര്യങ്ങളും കൊണ്ടുപോയിരുന്നെങ്കിൽ എന്ന് പോലും ഞാൻ ചിന്തിച്ച ഒരു പോയിന്റ് ഈ ഒരു ടോപ്പിക്കിൽ വന്നു എന്നുള്ളത്. എന്തായാലും അതുപോലെ നല്ലതെന്ന് നമുക്ക് തോന്നിയിരുന്നത് അത് നല്ലത് തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിലെ കുറ്റങ്ങൾ മാറ്റി നിർത്തി നമ്മൾ എന്തുകൊണ്ടത് കൂടെ നിർത്താൻ ആഗ്രഹിച്ചു എന്നുകൂടി ആലോചിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായകരമാകുന്നതെല്ലാം ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ. ഓക്കെ. ഹായ് പ്രവീണ മാം, നമസ്കാരം. നമസ്കാരം. എന്താണ് ജീവിതമേ കളവാണോ എന്ന് ഇപ്പം തോന്നി പോവുകയാണ് കഥ കേട്ട് കഴിഞ്ഞപ്പോ. ആകെപ്പാടെ തല മറയ്ക്കുന്ന പരിപാടിയാണ്. കാരണം നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി എന്തെങ്കിലും ഓരോ എക്സ്ക്യൂസുകൾ എന്നും നമ്മൾ കണക്കുത്തി കൂട്ടുമല്ലോ. അപ്പൊ അതങ്ങനെയല്ല വേണ്ടത്, ഇങ്ങനെയാണ് വേണ്ടതെന്നുള്ള കാര്യം മനസ്സിലായി. എന്താണേലും വണ്ടർഫുൾ ക്ലാസ്. മാമിന്റെ തലയിൽ വരുന്ന ഓരോ സംഗതികളും നമുക്കിട്ട് ശരിക്കും കൊള്ളുന്നുണ്ട്. അത് നന്നായിട്ട്. ശരിക്കും അല്ല, നമ്മളെല്ലാരും ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അത് എക്സ്ക്യൂസ് ഒന്നെങ്കിൽ നമ്മൾ തന്നെ എടുക്കും, അല്ലെങ്കിൽ അത് നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് വെക്കും. ഭാര്യയും ഭർത്താവും ഒക്കെ ആദ്യത്തെ സമയത്ത് നല്ല രീതിയിൽ ജീവിക്കും, പിന്നെ ഓരോന്ന് പറഞ്ഞ് സ്വരച്ചേർച്ചയായി, പിന്നെ കുടുംബത്തിൽ സംസാരം ഇല്ലാതെയായി, അങ്ങനെയൊക്കെയല്ലേ ജീവിതങ്ങൾ പലതും പോകുന്നത്, അല്ലെങ്കിൽ ഈ ഡൈവേഴ്സ് ഒക്കെ കൂടുതലാകുന്നത്. അപ്പം ശരിക്കും നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കി ജീവിക്കണം എന്നുള്ള കാര്യം മനസ്സിലായി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. ഇപ്പൊ ശീലം പറഞ്ഞപ്പോ സത്യം പറഞ്ഞ ഇത് വായിച്ചപ്പോ എനിക്കാണ് ആദ്യം തോന്നുന്നത്. സത്യം പറഞ്ഞു ഈ ടോപ്പിക് കേട്ടപ്പോ എനിക്കാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്തോരം കളവുകൾ ഒരു കാര്യത്തിൽ ഞാൻ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് റിയലൈസ് ചെയ്തത് അപ്പോഴാണ്. തീർച്ചയായിട്ടും ഇപ്പൊ നമ്മളൊക്കെ പറയാറുണ്ട് നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങൾ നമ്മൾ എന്നും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും, സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവും. എന്തിനേറെ പറഞ്ഞു ഈ കുട്ടികളൊക്കെ ഒന്നും നമ്മൾ പ്രത്യേകിച്ച് ആൺകുട്ടികളൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു വിവാഹം കഴിഞ്ഞ ഒരു കുടുംബത്തിൽ അവരവരുടെ പാർട്ട്ണറിലേക്ക് കൂടുതൽ അടുക്കുമ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളൊക്കെ അവരൊക്കെ ഓരോ കുടുംബത്തിനും പറയുന്നുണ്ടാകും എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അവരെ കൂടെ നിൽക്കില്ല. പക്ഷെ ഒരു കാലത്ത് പറഞ്ഞ എന്ത് കൂടെ എപ്പോഴും ഉണ്ടാവും. അവിടെ കുറ്റങ്ങളും കുറവുകളും ഉണ്ട്. ആ കുറ്റങ്ങളും കുറവുകളും നിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലെടുത്ത ഗോളാണ് നമ്മുടെ കുടുംബം ഒരുമിച്ച് പോകണം. പക്ഷെ നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. സത്യം പറയുകയാണെങ്കിൽ ശീലമാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ടോപ്പിക്ക് വായിച്ചപ്പോൾ എനിക്ക് വലിയൊരു കുത്ത് എനിക്ക് തന്നെ ഫീൽ ചെയ്തു. പക്ഷെ ആകെ ഒരു സമാധാനം ഉണ്ടായിരുന്നു. ഒരിക്കലെടുത്ത് ഈ ഡിമാജിക്കിന്റെ ഗോൾ ഇന്ന് ഞാൻ തുടർന്നുകൊണ്ട് പോകുന്നുണ്ടല്ലോ എന്നുള്ളത് മാത്രമാണ്. കാരണം അന്നത്തെ ലക്ഷ്യം ഇന്നത്തെ ലക്ഷ്യം ഒരുപോലെയാണ്. അതുകൊണ്ടായിരിക്കും ഇത്തരം ടോപ്പിക്കുകൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് പോലും. അത് അന്നും ശരിയാണ്, ഇന്നും ശരിയാണ്. എന്തായാലും നമുക്ക് ഇങ്ങനെ ഒരു കുത്തു കൊടുക്കാനുള്ള ടോപ്പിക്കുകൾ നമ്മുടെ മുന്നിലേക്ക് വരട്ടെ. കാരണം പുതിയ കാര്യങ്ങൾ കേൾക്കുമ്പോഴല്ലേ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ സംഭവിക്കുള്ളൂ. നമുക്കും ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവാൻ ഇത് നമ്മളേറെ സഹായിക്കുമെന്നും കൂടി വിശ്വസിക്കാം. താങ്ക് യു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പ്രവീണ മാം, താങ്ക് യു. നല്ലൊരു ക്ലാസ് ആയിരുന്നു. നമ്മള്
ജീവിതത്തിൽ ഇങ്ങനെ ഓർക്കാത്ത കാര്യങ്ങളൊക്കെ മാം അതൊരു കഥ രൂപത്തില് അതൊരു ക്ലാസ് ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് അത് ഒരുപാട് ഉപകാരപ്പെടുന്നുണ്ട്. നമ്മള് ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമ്മളെ സൗകര്യത്തിൽ നമ്മൾ ഓരോന്ന് പറയും. പക്ഷെ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളത് വേഗം പിടിച്ച് പിന്നെ അവരതിട്ട് പിഴിഞ്ഞ് അവരെ നമ്മൾ വേണ്ടത് ചെയ്യും. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കാതെ നമ്മള് കുട്ടികളെ പിടിയില്ല. നമ്മൾ ഒരു നുണ പറഞ്ഞാൽ അത് എന്താണ് എങ്ങനെയെന്നൊക്കെ ചോദിച്ചറിഞ്ഞ് അവര് ശിക്ഷിക്കാനുള്ളത്. പക്ഷെ നമ്മളത് തുടർന്നുകൊണ്ട് പോവുകയാണ്. അപ്പൊ അതേപോലെ തന്നെ ഗോൾ സെറ്റ് ഒക്കെ നമ്മൾ എഴുതി വെക്കുന്നുണ്ടെങ്കിലും 2 ദിവസം ചെയ്യും. പിന്നെ എന്നാലും അത് നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റണില്ല. അത് ഇതുകൊണ്ടൊക്കെ തന്നെ നമ്മള് പറഞ്ഞു വിചാരിച്ച പോലെ അങ്ങോട്ട് എത്താൻ പറ്റണില്ല. അതന്നെ നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു. ഒരുപാട് താങ്ക് യു. ഉപകാരപ്പെടുന്നുണ്ട് മാമിന്റെ ഓരോ ക്ലാസ്സുകളും. ഇനി ശ്രദ്ധിക്കും അങ്ങനെയൊക്കെ. അതാണ്. ഓക്കെ, താങ്ക് യു ഷീജ മാം. വേറെ ആരാ സംസാരിക്കുന്നേ? പ്രവീണ മാം, നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഈ ഒരു കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള ഒരു ക്ലാസ്സാണ്. കാര്യം എന്ന് വെച്ചാൽ ബന്ധങ്ങൾക്കൊക്കെ ഇപ്പൊ മൂല്യം എത്രത്തോളം ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുടക്കം വലുതായിട്ടായിരിക്കും. അത് ഏത് ബന്ധങ്ങളിലെടുത്താലും പിന്നീട് ഒരു മനുഷ്യന്റെ ഒരു ആവശ്യം അനുസരിച്ചിട്ടാണ് ബന്ധം പിന്നെ അത് പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ഒരു ലക്ഷ്യം, എല്ലാവർക്കും ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടാകും. പക്ഷെ പോകുന്ന വഴിയിൽ 100 എക്സ്ക്യൂസാണ് പറയുന്നത്. നമുക്കൊരു ഉൾക്കാഴ്ച തന്നൊരു ക്ലാസ്, നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം. നമുക്ക് തന്നെ സ്വയം ചിന്തിക്കാനുള്ള ഒരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. ശരിയാണ്, നമ്മളെപ്പോഴും പുതിയതിന്റെ പിന്നിലേക്ക് നമ്മളിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലെ. നമ്മളെപ്പോഴും പുതിയ, പക്ഷെ നമ്മൾ ഓൾറെഡി കണ്ടെത്തി നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ അവിടെ ഇട്ടിട്ടാണ് വീണ്ടും പുതിയത് കാണുമ്പോൾ നമ്മൾ അതിന്റെ പിന്നാലെ ഓടുന്നു. എന്നാൽ നമ്മളത് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. എന്ന് പറഞ്ഞതുപോലെ ബന്ധങ്ങളിലും അങ്ങനെയാണ്. നമ്മൾ ഏറെ കുറ്റങ്ങൾ അച്ഛനമ്മയാണെങ്കിലും കൂടിയിട്ട് ഒരു കാലത്ത് അവർ നമുക്ക് പ്രിയപ്പെട്ടവരായിരുന്നു. പിന്നീട് നമ്മൾ വലുതായി നമ്മൾ ഒരു കാര്യങ്ങളിലേക്ക് ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികളായി മാറുമ്പോൾ അവിടെ നമ്മൾ ഹലോ നേരത്തെ ആണോ? ഹലോ ടൈമി ഓഫീസിലെത്തിന്ന് തോന്നുന്നു. അതെ അതെ. ഓക്കെ, ഓക്കെ. ദെൻ ഇനി ആർക്കെങ്കിലും പറയാനുണ്ടായിരുന്നോ? ഓക്കെ, എനിവേ നമുക്ക് എന്നാ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. പ്രവീണ മാം, താങ്ക് യു സോ മച്ച് ഫോർ ദി സെക്ഷൻ. സോ ടീം മെമ്പേഴ്സ്, താങ്ക് യു ഫോർ. സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ. താങ്ക് യു മാം. താങ്ക് യു.